ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ മൂന്നാമത്തെ അധ്യായം ആയ സമാന്തര വരകൾ, പാരലൽ ലൈൻസ്. അതിൽ പേജ് നമ്പർ 38-ൽ ഒരു ത്രികോണം നിർമ്മിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് കൺസ്ട്രക്റ്റ് ദ ട്രയാങ്കിൾ. അതാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുന്നത്. ഇത് ചെറിയൊരു വീഡിയോ ആണ്. നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. 10 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമഭുജ ത്രികോണം നിർമ്മിക്കുക. ചുറ്റളവുള്ള, അതായത് നമുക്ക് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കണം. അതിൻ്റെ പെരിമീറ്റർ 10 സെന്റിമീറ്റർ ആയിരിക്കണം. 10 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമഭുജ ത്രികോണം നിർമ്മിക്കുക. കൺസ്ട്രക്ട് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് എ പെരിമീറ്റർ ഓഫ് 10 സെന്റിമീറ്റർ. നമുക്ക് 10 സെന്റിമീറ്ററിനെ സ്കെയിൽ ഉപയോഗിച്ച് 3 ഭാഗങ്ങളാക്കാൻ പറ്റില്ല എന്നറിയാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഈ നിഗമനമാണ് ഉപയോഗിക്കുന്നത്. ഒരേ അകലത്തിലുള്ള സമാന്തര വരകൾ ഏതു വരയെയും തുല്യ നീളമുള്ള ഭാഗങ്ങളായി മുറിക്കുന്നു. Equidistant parallel lines divide any line into segments of equal length. അപ്പോൾ നമ്മൾ കുറച്ച് സമാന്തര വരകൾ വരയ്ക്കും. ആ വരകൾ ഉപയോഗിച്ച് ഏതൊരു വരയെയും തുല്യമായി നമുക്ക് ഭാഗിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് സമാന്തര വരകൾ വരയ്ക്കും. എന്നിട്ട് ഈ 10 സെന്റിമീറ്ററിനെ എന്ത് ചെയ്യും? തുല്യ ഭാഗങ്ങളായി ഭാഗിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ ഒരു ആനിമേഷൻ വരി കണ്ടാലോ? അപ്പോൾ അതാദ്യം കാണൂ. കാണാം, നോക്കൂ. ഇങ്ങനെയാണ് നമ്മുടെ സമഭുജ ത്രികോണം FGH വരയ്ക്കുന്നത്. ഇതിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവില്ല. അത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ 10 സെന്റിമീറ്റർ നീളത്തിൽ AB എന്ന വര വരച്ചു. ഓക്കെ, എന്നിട്ട് അതിന് നമ്മൾ 3 തുല്യ ഭാഗങ്ങളാക്കണം. 3 തുല്യ ഭാഗങ്ങളാക്കിയാൽ അതിലെ ഒരു ഭാഗം വരുന്ന സമഭുജ ത്രികോണമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യ 6 അതിനെ എടുത്ത് ഒരു AC എന്ന വര വരച്ചു. ACയുടെ നീളം 6 സെന്റിമീറ്റർ ആണ്. അതിനുശേഷം അതിനെ 2 സെന്റിമീറ്റർ വീതമുള്ള 3 ഭാഗങ്ങളാക്കി. AD 2 സെന്റിമീറ്റർ, DE 2 സെന്റിമീറ്റർ, EC 2 സെന്റിമീറ്റർ. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഈ ഓരോ ബിന്ദുക്കളിൽ, ഓരോ പോയിന്റിൽ നിന്നും CED ഈ 3 പോയിന്റിൽ നിന്നും
എന്ത് ചെയ്യാണ്? സമാന്തര വരകൾ വരയ്ക്കുകയാണ്. അപ്പോൾ ആദ്യം സിയും നമ്മുടെ ആവശ്യമുള്ള വരയുടെ അവസാനത്തെ പോയിന്റും തമ്മിൽ കൂട്ടിയോജിപ്പിച്ചു, സി ബി. ഇനി സി ബിക്ക് സമാന്തരമായി എന്ത് ചെയ്താൽ മതി? വര വരച്ചാൽ മതി. അപ്പോൾ എന്ത് ചെയ്തു? ഇതിന് സമാന്തരമായി നമ്മൾ ഈ എഫ് വരച്ചു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ നീക്കി എളുപ്പത്തിൽ വരയ്ക്കാം, സെറ്റ് സ്ക്വയറും സ്കെയിലും ഉപയോഗിച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എഫ് എന്ന് പറയുന്ന സമാന്തര വര, അതായത് പാരലൽ ലൈന് വരച്ചു. ഇനി ഈ എഫിന് പാരലായിട്ട്, അതായത് സമാന്തരമായിട്ട് ഡി ജി വരയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ ബി എന്ന 10 സെന്റിമീറ്റർ വര 3 ഭാഗങ്ങളായി മാറി. എ ജി, ജി എഫ്, എഫ് ബി, ഇങ്ങനെ 3 ഭാഗങ്ങളായി മാറി. ഇനി നമുക്ക് എന്ത് വേണം? സമഭുജ ത്രികോണം വേണം. അപ്പോൾ ഇതായിരിക്കുമല്ലോ ആ സമഭുജ ത്രികോണത്തിന്റെ വശത്തിന്റെ നീളം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ജി എഫിനെ വശമാക്കി സമഭുജ ത്രികോണം വരയ്ക്കാം, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാം. അപ്പൊ ജി എഫ് എന്ന വശം നമ്മൾ അവിടെ ഫിക്സ് ചെയ്തു. അത് നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, അതായത് സമഭുജ ത്രികോണത്തിന്റെ ഒരു വശമാണ്. ഇനി എന്ത് ചെയ്യാ? ഈ വശത്തിന്റെ നീളം കോമ്പസിൽ എടുക്കുക. എന്നിട്ട് ജിയിൽ കുത്തി ഒരു ചാപം, അതായത് ആർക്ക് വരയ്ക്കുക. ഇവിടെ ഞാൻ ചാപത്തിന് പകരം ഫുൾ സർക്കിൾ തന്നെ വരച്ചിട്ടുണ്ട്, വൃത്തം തന്നെ വരച്ചിട്ടുണ്ട്. അങ്ങനെയും വരയ്ക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു ചാപം വരച്ചാൽ മതി. ഇവിടെയോ അല്ലെങ്കിൽ മുകളിലോ താഴെയോ ആയിട്ട് എന്ത് ചെയ്യാം? ഒരു ചാപം വരയ്ക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? എഫിൽ കുത്തി അതേ അളവ് തന്നെ എന്ത് ചെയ്യുക? ഈ ചാപത്തിനെ മുറിക്കുക, കട്ട് ചെയ്യുക. അപ്പോൾ ഈ 2 ചാപങ്ങളും കൂട്ടിമുട്ടുന്ന പോയിന്റ് ഉണ്ടല്ലോ, അത് നമുക്ക് എച്ച് എന്ന് മാർക്ക് ചെയ്യാം. അതായിരിക്കും സമഭുജ ത്രികോണത്തിന്റെ 3ാമത്തെ പോയിന്റ്, മൂല, കോർണർ. ഓക്കെ, അപ്പോൾ ജിയും എച്ചും യോജിപ്പിക്കുക, അതേപോലെ എച്ചും എഫും യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് ജി എച്ച് എന്ന ഒരു സമഭുജ ത്രികോണം കിട്ടും, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ, അതായത് ചുറ്റളവ് 10 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഇത് ക്ലിയർ ആയില്ലേ? അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഈ ആനിമേഷൻ കണ്ടപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ഇനി ഒന്നുകൂടി കണ്ടാൽ ഇത് വ്യക്തമാവും. അത് കണ്ട് മനസ്സിലാക്കുക. നോക്കൂ, എ എന്ന ബിന്ദു മാർക്ക് ചെയ്തു. എന്നിട്ട് 10 സെന്റിമീറ്ററിൽ എ ബി എന്ന വര വരച്ചു. എ സി എന്ന ഒരു വര 6 സെന്റിമീറ്ററിൽ വരച്ചു. എന്നിട്ട് എ ഡി 2 സെന്റിമീറ്റർ, ഡി ഇ 2 സെന്റിമീറ്റർ, ഇ സി 2 സെന്റിമീറ്റർ എന്ന് മാർക്ക് ചെയ്തു. സിയും ബിയും യോജിപ്പിച്ച് ഒരു വര കിട്ടി. അതിന് പാരലലായിട്ട് അല്ലെങ്കിൽ സമാന്തരമായിട്ട് നമ്മളൊരു വര വരച്ചു. എന്നിട്ട് എഫ് എന്ന ബിന്ദു മാർക്ക് ചെയ്ത് ഇ എഫ് ആയി. ഇനി ഇ എഫിന് സമാന്തരമായി പാരലലായിട്ട് വേറെ ഒരു വര ഡിയിലൂടെ വരച്ചു. എന്നിട്ട് ജി ബിന്ദു മാർക്ക് ചെയ്ത് ഡി ജി കിട്ടി. ഇനി ഇ എഫ് എന്ന വശം നമ്മൾ എടുത്തു. ഇവിടെ 3 വശങ്ങളും തുല്യമാണ്. ജി എഫ് എന്ന വശം അവിടെ വെച്ചു. ഇനി ജിയിൽ നിന്നും നമ്മൾ ജി എഫ് നീളം വരുന്ന രീതിയിൽ ഒരു ചാപം വരയ്ക്കാം, അല്ലെങ്കിൽ ആർക്ക് വരയ്ക്കാം. ഇവിടെ ഞാൻ ഫുൾ സർക്കിൾ തന്നെ വരച്ചു. അതേ അളവിൽ എഫിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു? ആ ചാപത്തിനെ മുറിക്കണം, അല്ലെങ്കിൽ ഇവിടെ ഫുൾ സർക്കിൾ വരച്ചു. ഇനി ഈ രണ്ടും കൂട്ടിമുട്ടുന്ന ബിന്ദു എച്ച് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്തു? ജി എച്ച് യോജിപ്പിച്ചു. ഇനി എച്ച് എഫ് യോജിപ്പിക്കണം. അതാ ഇപ്പോൾ എന്തായി? പച്ച നിറത്തിലുള്ള ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, അതായത് സമഭുജ ത്രികോണം കിട്ടി. അപ്പോൾ ഈ ആനിമേഷൻ വെച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ ചെയ്യാം. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക.
പിന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായി ഇടുക. അടുത്ത വീഡിയോകളിൽ എന്ത് മോഡിഫിക്കേഷൻസ് ആണ് വരുത്തേണ്ടത് എന്നുള്ളത് കൂടി അറിയിക്കുക. അതിനനുസരിച്ച് നമ്മൾ മോഡിഫിക്കേഷൻസ് ചെയ്യും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.